വിമത വിഭാഗം നേതാക്കളായ ഫ്രാൻസിസ് ജോർജ്, ആന്റണി രാജു, ഡോക്ടർ കെ.സി. ജോസഫ് എന്നിവർ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് രാജിവെക്കും. ഇത് അറിയിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പ് അല്പസമയത്തിനകം പുറത്തിറങ്ങും. അതേസമയം പാർട്ടിയിൽ പ്രശ്നമുണ്ടാക്കുന്നവർ ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് എം പറഞ്ഞു. കഴിഞ്ഞ 4.25 വർഷത്തോളം പാർട്ടിയുടെ ഗുണഫലം അനുഭവിച്ചവർ ഇപ്പോൾ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോയി എബ്രഹാം എം.പി പറഞ്ഞു. സീറ്റ് മാത്രമല്ല മറ്റെന്ത് പ്രശ്നമുണ്ടെങ്കിലും എല്ലാവർക്കും പാർട്ടിയിൽ ഉന്നയിക്കാമെന്നും ജോയി എബ്രഹാം കോട്ടയത്ത് പറഞ്ഞു. ആരെങ്കിലും ശ്രമിച്ചാൽ അത് വകുവെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇടതുപക്ഷത്ത് പോയി സീറ്റ് ചർച്ച നടത്തിയച്ച് ആ പേരും പറഞ്ഞ് ഇവിടെ വന്ന് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാൻ പാർട്ടി സമ്മതിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ബ്ലാക്ക്മെയിൽ പൊളിറ്റിക്സാണ്. അത് ആര് കളിച്ചാലും അത് ബ്ലാക്ക്മെയിൽ പൊളിറ്റിക്സാണ്. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, കേരള കോൺഗ്രസിലെ പിളർപ്പ് പൂർണ്ണമായിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം എപ്പോഴുണ്ടാകും? അല്പസമയം മുമ്പാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ജനറൽ സെക്രട്ടറി ജോയി എബ്രഹാം പ്രതികരിച്ചത്. ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ളവർ പാർട്ടി വിടുന്നു എന്നുള്ള ചില വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നത്. കെ മാണിക്ക് പകരമായി കെ മാണി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയ ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഇപ്പോൾ ഈ വിഭാഗം കളിക്കുന്നത് ഒരു ബ്ലാക്ക്മെയിൽ പൊളിറ്റിക്സ് ആണ്. കഴിഞ്ഞ 4.25 വർഷക്കാലം സർക്കാരിന്റെയും UDFന്റെയും ഗുണഫലങ്ങളും പാർട്ടിയുടെ ഗുണഫലങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഇറങ്ങിപ്പോകാൻ തീരുമാനമെടുക്കുന്നത് ബ്ലാക്ക്മെയിൽ പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. ഇത് ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നും അദ്ദേഹം പറയുകയുണ്ടായി. കഴിഞ്ഞ 4 വർഷക്കാലവും പാർട്ടിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായി ഇവരാരും ആരോപിച്ചിട്ടില്ല എന്നും പറയുന്നു. PC ജോസഫ് മാത്രമാണ് ചില അപശബ്ദങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ടാക്കിയത്. ഏതായാലും PC ജോസഫിനെതിരെയുള്ള നടപടി വളരെ ഗൗരവപൂർവ്വം പാർട്ടി കാണുന്നുവെന്നും ജോയി എബ്രഹാം വ്യക്തമാക്കുന്നു. UDFൽ നിലവിൽ സീറ്റുകൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പാർട്ടിയിലും സീറ്റുകളൊന്നും തന്നെ സീറ്റ് വിഷയങ്ങളെ പറ്റി ചർച്ച ചെയ്തിട്ടില്ല. ഇതിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് അറിയില്ലെന്നും ജോയി എബ്രഹാം പറയുകയുണ്ടായി. ഏതായാലും ഇത് ബ്ലാക്ക്മെയിൽ പൊളിറ്റിക്സ് തന്നെയാണെന്നുള്ള വാദത്തിലാണ് കേരള കോൺഗ്രസ് എം. ഏതായാലും നമുക്കറിയാൻ കഴിയുന്നത് ജോസഫ് വിഭാഗത്തിൽ നിന്ന് തെറ്റി നിൽക്കുന്ന ഈ ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള നേതാക്കൾ അല്പസമയത്തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ച ശേഷം പുറത്തു വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനോടുള്ള പ്രതികരണമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കെ മാണി പ്രതികരിക്കുന്നതിന് മുമ്പായി ജോയി എബ്രഹാം MPയെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ നിയോഗിച്ച ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആൽവിൻ, സീറ്റ് മാത്രമല്ല മറ്റെന്ത് പ്രശ്നമുണ്ടെങ്കിലും എല്ലാവർക്കും പാർട്ടിയിൽ ഉന്നയിക്കാമെന്നാണ് ഇപ്പോൾ ജോയി എബ്രഹാം പറഞ്ഞിരിക്കുന്നത്. ഇത് പാർട്ടിയിൽ ഏതു തരത്തിലുള്ള പ്രതിഫലനമാകും ഉണ്ടാക്കുക? ഇനി എന്തെങ്കിലും ഒരു അനുനയ ശ്രമത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ? അനുനയ ശ്രമം ഇന്നലേക്ക് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം KM മാണി പ്രശ്നങ്ങളുണ്ട് എന്നുള്ള തരത്തിൽ സമ്മതിക്കുകയുണ്ടായത്. എന്നാൽ അവർ ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും അടക്കമുള്ള നേതാക്കൾ അതിൽ തൃപ്തരല്ല. അവർക്ക് നിയമസഭാ സീറ്റുകളുടെ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. അവർ ഇനിയും പാർട്ടി തുടർന്നാൽ അവർ നിഷ്കാസിതരായി പോകുമെന്ന് തന്നെ അവർക്ക് മനസ്സിലാകുന്നു. അവർ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇപ്പോൾ മറ്റൊരു നീക്കവുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇതിനെ എന്നാൽ ഖണ്ഡിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ പ്രതികരണം എത്തിയിരിക്കുന്നത്. പാർട്ടിയിൽ സീറ്റുകൾ മാത്രമല്ല പ്രശ്നമെങ്കിൽ മറ്റെന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പാർട്ടി ഫോറങ്ങളിൽ ഉന്നയിക്കാമെന്നും അവർ പറയുന്നു. ആ പാർട്ടി ഫോറങ്ങളിൽ ഉന്നയിക്കാത്തിടത്തോളം കാലം പാർട്ടിയുടെ അച്ചടക്ക ലംഘനം തന്നെയാണ് ഇതെന്നും അദ്ദേഹം ജോയി എബ്രഹാം വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോഴും പാർട്ടിയിൽ യോജിപ്പ് തന്നെയാണുള്ളത്. KM മാണിയും PJ ജോസഫും വലിയ തരത്തിലുള്ള യോജിപ്പിൽ തന്നെയാണ് പാർട്ടിയിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും പാർട്ടി വിട്ടുപോയാൽ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കുകയില്ല എന്നുള്ള യഥാർത്ഥ വാക്കാണ് ജോയി എബ്രഹാം ഉപയോഗിച്ചത്. ഏതായാലും വരും മണിക്കൂറുകളിൽ ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള നേതാക്കൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ആൽവിൻ, സീറ്റ് തർക്കമല്ല പാർട്ടിയിലെ മറ്റു പ്രശ്നങ്ങളാണ് പാർട്ടി വിടാനുള്ള കാരണമായി ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ എന്തു കാരണങ്ങളാണ് വിമത വിഭാഗം പാർട്ടി വിടാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്? തീർച്ചയായും ജോയി എബ്രഹാമിനോട് നമ്മൾ ഈ വിഷയം തന്നെ ആവർത്തിച്ച് ചോദിക്കുകയുണ്ടായി. അതായത് ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള നേതാക്കൾ ആവശ്യപ്പെടുന്നത് അവരെ നിയമസഭാ സീറ്റിന്റെ പിൻബലത്തിൽ മാത്രം ഈ വിഷയങ്ങളെ കാണണ്ട. നിയമസഭാ സീറ്റ് മാത്രമല്ല പ്രശ്നം, പാർട്ടിയിൽ ഒരു ജനാധിപത്യം ഉണ്ടാകുന്നില്ല. ജോസ് കെ മാണിയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇതിന്റെ ഭാഗമായാണ് റബ്ബർ സമരം അടക്കമുള്ളവ ജോസ് കെ മാണിയിലേക്ക് കേന്ദ്രീകരിച്ചതെന്നും അവർക്ക് പരാതിയുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള നേതാക്കൾ, PC ജോസഫ് അടക്കമുള്ള നേതാക്കൾ ചില പരസ്യ പ്രതികരണത്തിലേക്ക് വന്നത്. നിയമസഭാ സീറ്റ് മാത്രമല്ല പ്രശ്നം, പാർട്ടിയുടെ അധികാരം കേന്ദ്രീകരിക്കുന്ന ജോസ് കെ മാണിയിലേക്ക് നീങ്ങുന്നു. ഇത് തന്നെയാണ് അവരെ അലട്ടുന്ന മറ്റൊരു പ്രശ്നം. ജോസ് കെ മാണിയെ കേന്ദ്രീകരിച്ച് വന്നാൽ ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള നേതാക്കൾ പാർട്ടിയിൽ ഇല്ലാതാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവർ ചില പ്രതികരണങ്ങൾക്ക് തയ്യാറായത്. ഏതായാലും ഇതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വം പ്രതികരിച്ചിരിക്കുന്നത്. KM മാണി ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തുമോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ആരുടെങ്കിലും പ്രതികരണം ഇതിനകം ലഭ്യമായിട്ടുണ്ടോ? എങ്ങനെയാണ് അവർ ഈ ഒരു നീക്കത്തിനോട് പ്രതികരിക്കുന്നത്? ചർച്ചകൾ നടത്താനുള്ള സാധ്യതയുണ്ടോ ഇനിയും?
പി ജെ ജോസഫിന് അത്തരത്തിലേക്ക് ഒരു പ്രതികരണം പി ജെ ജോസഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കാര്യം പി ജെ ജോസഫുമായി ചർച്ചകൾ കഴിഞ്ഞ ദിവസം കെ എം മാണി ഫോണിലൂടെ നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പി ജെ ജോസഫ് ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ളവരുടെ സീറ്റ് ആവശ്യമെന്നത് ഉന്നയിക്കുകയുമുണ്ടായി. എന്നാൽ കെ എം മാണിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അതിൽ ഒരു അഭിപ്രായം ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കെ എം മാണിയുടെ മനസ്സിലെന്ത് എന്നുള്ളത് സംബന്ധിച്ച് അദ്ദേഹത്തിന് മാത്രമേ അറിവുള്ളൂ എന്നാണ് ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ളവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇതിൽ ഒരു കാര്യത്തിൽ ഒരു പോംവഴി ഉണ്ടാകില്ല എന്നാണ് ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള നേതാക്കൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലൊരു വിമത നീക്കം ഇപ്പോൾ ഉണ്ടാക്കുന്നതും. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ വലിയ പൊട്ടിത്തെറികൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ശരി, കേരള കോൺഗ്രസ് എമ്മിലെ ഭിന്നതയെ തുടർന്ന് വിമതപക്ഷം ഇടതുപക്ഷവുമായി സഹകരിക്കാൻ ധാരണയായിരിക്കുന്നു. ഫ്രാൻസിസ് ജോർജ്, ആന്റണി രാജു, ഡോക്ടർ കെ സി ജോസഫ് എന്നിവർ കേരള കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെക്കും. വിവരങ്ങളാണ് ആൽവിൻ തോമസ് നൽകിയത്.